പശ്ചിമേഷ്യയിലുണ്ടായ സംഘർഷ സാഹചര്യം യുഎഇയിലെ പ്രോപ്പർട്ടി റിയൽ എസ്റ്റേറ്റ് മേഖലയെ എങ്ങനെയാകും ബാധിക്കുക? പ്രോപ്പർട്ടി മേഖലയിലെ വിദഗ്ധരായ ELL പ്രോപ്പർട്ടീസിൻ്റെ സ്ഥാപകൻ സായി ശ്യാം സംസാരിക്കുന്നു. പ്രോപ്പർട്ടി ടോക്ക്. സായി, ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം ഉണ്ടല്ലോ, അതായത് ഈ ഒരു ടോട്ടൽ അൺസർട്ടനിറ്റി ഈ ഒരു പശ്ചിമേഷ്യയിലുള്ളത്, അത് നീണ്ടുപോകണമെന്നിരിക്കട്ടെ, അങ്ങനെ നീണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മേഖലയെ എങ്ങനെയായിരിക്കും മൊത്തത്തിൽ ബാധിക്കുക? ഇത് നീണ്ടുപോയാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മിഡിൽ ഈസ്റ്റിനെക്കാട്ടും ഉപരി നമ്മുടെ നാട്ടിലായിരിക്കും അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം മിഡിൽ ഈസ്റ്റിൽ ഒബ്വിയസ്ലി പ്രശ്നങ്ങളുണ്ടാകും. കാരണം ഈ റീജിയൻ ഓൾറെഡി ഇതുപോലത്തെ ഒരുപാട് തെറ്റുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുവൈറ്റ് വാർ ആയിക്കോട്ടെ, ഗൾഫ് വാർ, ഇതെല്ലാം അനുഭവിച്ച ആളുകളാണ്. അപ്പോൾ ഞാനിപ്പോൾ കൂടുതലും സംസാരിക്കുന്ന ഈ സിറ്റുവേഷനിൽ പുതിയ ആളുകളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. നമ്മളൊരു 30 വർഷമായിട്ട് UAE താമസിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ അവർക്ക് അതിൻ്റെ കറക്റ്റ് ഒരു ആൻസർ ഉണ്ട്. ഇത് താൽക്കാലികമാണ്, എല്ലാം താൽക്കാലികമാണ്, ഇതും കടന്നു പോകുന്നുള്ളൊരു വിശ്വാസമാണ് അവർക്കുള്ളത്. ഇപ്പോൾ കോവിഡ് ടൈമിലൊക്കെ ആണെങ്കിൽ പോലും അത് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എങ്കിൽ പോലും കോവിഡ് ടൈമിലൊക്കെ ഒരു 6 മാസത്തോളം കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ആയിരുന്നല്ലോ. ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ വാർ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോലും ഇവിടെ ഇപ്പോൾ ഇത്രയും 2000 മിസൈൽ വന്നിട്ട് ആകെ 12 പേരാണ് മരിച്ചത്. ഇവിടെ റോഡുകളിൽ ഒരു ദിവസം അതിൽ കൂടുതൽ ആളുകൾ മരിക്കുന്നു. അപ്പം ആ വാറിൻ്റെതായിട്ടുള്ളൊരു എഫക്റ്റ്, ഒരു വാർ എന്ന് പറയുന്ന എഫക്റ്റ് അല്ല, ഈ വാർ കൊണ്ടുണ്ടാകുന്ന കുറച്ച് പ്രോബ്ലംസ്, ഈ റീജിയണിലെ പ്രോബ്ലംസ് കൊണ്ട് എല്ലാ ഇൻഡസ്ട്രിയിലും ചെറിയ ഷേക്ക് വന്നിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റിലായിക്കോട്ടെ, ലോജിസ്റ്റിക്സ് ആയിക്കോട്ടെ, ട്രാവൽസ് ആയിക്കോട്ടെ, എല്ലാ ഇൻഡസ്ട്രിയിലും ഒരുപോലെ എഫക്റ്റ് ചെയ്യുക. റിയൽ എസ്റ്റേറ്റ് മാത്രമല്ല, ഇതൊരു കംപ്ലീറ്റ് അൺസർട്ടനിറ്റിയാണ്. നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് നാട്ടിലും പ്രോബ്ലംസ് വരും. ഇത് നീണ്ടുപോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മെയിൻ. നീണ്ടുപോയാൽ എന്ത് ചെയ്യുന്നുള്ളത് നമുക്ക് ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല. റിയൽ എസ്റ്റേറ്റിൽ ഇപ്പം കോവിഡ് ടൈമിലാണെങ്കിലും ഓഫ് പ്ലാൻ മാർക്കറ്റ് അല്ലെങ്കിൽ റെഡി ടു വിൻ മാർക്കറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കറക്ഷൻസ് വന്നിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ കറക്ഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ പാനിക് സെല്ലേഴ്സ് വരും, ആളുകൾ പെട്ടെന്ന് വിൽക്കാം, നീണ്ടുപോയി എന്ത് ചെയ്യും, അങ്ങനത്തെ കുറച്ച് ചിന്താഗതി. പക്ഷേ ഇങ്ങോട്ട് വരുന്ന ആളുകൾ 90% ഇവിടെ കണ്ടിന്യൂ ചെയ്യാനും ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഈ പുതിയ ആളുകൾ വാങ്ങില്ല, പക്ഷേ വാങ്ങിച്ചവരും ഇവിടെ നിൽക്കുന്നവരും ഇത് എന്ത് പ്രതിസന്ധി വന്നാലും ഇവിടെ തന്നെ നിൽക്കാം, ഇത് മാറും, എന്ത് സംഭവിച്ചാലും ഇതൊരു റിക്കവർ ആവുന്നൊരു ഹീലിംഗ് പവർ ഉള്ള രാജ്യമാണ്. അപ്പം ആ ഒരു ഹീലിംഗ് പവർ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഇത് നീണ്ടുപോയാൽ കൂടിപ്പോൾ 1 വർഷം എന്നല്ലേ പറയുമ്പോൾ ചിന്തിക്കാൻ പറ്റുള്ളൂ. അതിന് അപ്പത്തേക്ക് ആ ഒരു വർഷം നമ്മുടെ ദുബായിൽ അല്ലെങ്കിൽ GCC രാജ്യങ്ങളിൽ സംഭവിക്കുന്നതിനെക്കാട്ടും പ്രോബ്ലംസ് നാട്ടിലേക്ക് ഉണ്ടാകുന്നത്. നാട്ടിലേക്കുള്ള ഫണ്ട് ഫ്ലോ നിൽക്കും, നാട്ടിലേക്കുള്ള ഹീലിയം ഗ്യാസിൻ്റെ പോക്ക് നിൽക്കും, നാട്ടിലേക്കുള്ള എന്താ പറയുക പെട്രോളിൻ്റെ പോക്ക് നിൽക്കും, കുക്കിംഗ് ഗ്യാസ് വരെ ഇല്ലാണ്ടാവും. അപ്പം അതൊക്കെ വലിയൊരു പ്രോബ്ലമാണ്. അതിലേക്കൊന്നും എന്തായാലും ഈ യുദ്ധം പോകില്ല. അതിനുമുമ്പ് രാജ്യങ്ങൾ ഇടപെട്ട് ഇപ്പോൾ തന്നെ ഒരു ചെറിയൊരു സ്റ്റോപ്പ് വന്നിട്ടുണ്ട് 2 ആഴ്ചത്തേക്ക്. അതിന് ഡിസ്കഷനൊക്കെ വന്നാൽ അത് പ്രോപ്പറായിട്ട് സോൾവ് ആവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ.